ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നൊരു വെറൈറ്റി റെസിപ്പി നോക്കിയാലോ. എഗ്ഗും ചിക്കനും എല്ലാം വെച്ചൊരു മസാല എല്ലാം വെച്ച് അടിപൊളി ഒരു റെസിപ്പി. അപ്പം എങ്ങനെയൊക്കെയാണ് ആക്കുന്നത് നോക്കാം. അപ്പം ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ്, മല്ലിച്ചപ്പ്, ചില്ലി ഫ്ലേക്സ് ഇട്ട് മിക്സ് ചെയ്തിട്ട് സൈഡിൽ വെക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അളവൊന്നും ഞാൻ പറയുന്നില്ല, അളവെല്ലാം നിങ്ങളെ ഇഷ്ടത്തിന് എടുത്തോട്ടോ. കുറച്ച് മൈദ എടുത്ത് അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് മറ്റേ മിക്സിയിലേക്ക് ഒഴിച്ച് അവിടെ മാറ്റി വെക്കുക. ഇനി ഒരു ബൗളെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു കപ്പ് ചിക്കൻ, ഒരു കപ്പ് പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ്, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതേപോലെ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യാം. പിന്നെ അതിനകത്തേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക്, അങ്ങനെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് ഒരു ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്കതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് കുറച്ച് 2-3 മുട്ട പുഴുങ്ങിയെടുക്കാം. ഞാനൊരു 3 മുട്ടയായിട്ടാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഒരു സ്റ്റിക്ക് എടുക്കാം. എന്നിട്ട് അതിൻ്റേക്ക് കുത്തി കൊടുക്കുക. ഫസ്റ്റ് മുട്ട പുഴുങ്ങിയത് കുത്തി കൊടുക്കുക, പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല കുത്തി കൊടുക്കുക, പിന്നെ മുട്ടയും കുത്തി കൊടുക്കുക. വീഡിയോ കാണുന്ന പോലെ ചെയ്തെടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് നേരത്തെ ആദ്യം ഉണ്ടാക്കി വെച്ച മസാലയിട്ട് നമുക്കിത് മുക്കി കൊടുക്കാം. എന്നിട്ട് റൊട്ടിപ്പൊടിയിൽ മുക്കാം. അങ്ങനെ ഒരു 2 പ്രാവശ്യം ചെയ്യാം. ആദ്യം ഒരിക്കൽ ഇങ്ങനെ ചെയ്യാം, വീഡിയോ കാണുന്ന പോലെ ചെയ്യാം. പിന്നെ ആദ്യം ഒന്നും കൂടി റൊട്ടിപ്പൊടി മുക്കി കഴിഞ്ഞിട്ട് ആദ്യം ഒന്നും കൂടി മസാലയിലേക്ക് മുക്കാം. പിന്നെ ആദ്യം റൊട്ടിപ്പൊടി മുക്കുക. എന്നിട്ട് അത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യാം, ഫീഡ്ബാക്ക് പറയാം. ഓക്കെ, ശരി.